ഈ ഇബ്രാഹിം ഹാജിക്കും ഒരു അവാർഡുണ്ട്. ഇബ്രാഹിം ഹാജിന്റെ അവാർഡ് അയാളില്ലാത്തതുകൊണ്ട് അയാൾ അഞ്ചൻ യൂസുഫ് ഹാജിനോട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനൊന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇബ്രാഹിം ഹാജി എന്നോട് കുറെ ദിവസങ്ങൾക്ക് മുമ്പും പിന്നെ എപ്പോഴും പറയലുണ്ട്, ഇന്നലെ എനിക്കൊരു എഴുത്ത് കൊടുത്താൽ ചെയ്യുന്നു. ആ എഴുത്തിലുണ്ട്, മൂപ്പരിനോട് വാഗ്ദത്തം ചെയ്താണ് 45 ഏക്കർ സ്ഥലം SNECക്ക് വേണ്ടി, അല്ല SNECക്ക് നല്ല വേണ്ടത് സമസ്തക്ക് വേണ്ടി തരാന്നാണ് പറഞ്ഞത്. അതുമല്ല മൂപ്പര അങ്ങനെയല്ല, മൂപ്പര പറയാം നിങ്ങൾക്ക് തരാമെന്നാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. നമുക്ക് ഒരു സെന്റിന് പോലും ആവശ്യമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് ചെയ്യണമെന്നാണ്. എനിക്ക് നേതൃത്വം നൽകാനും കഴിയില്ല എന്ന് പറഞ്ഞ്. നേതൃത്വം നൽകാൻ പറ്റുന്ന ആളുകളുണ്ട്, അവരെ ഏൽപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തോളാം. അപ്പൊ സമസ്ത ഈ നമ്മുടെ ഈ SNECന്റെ ഒരു ആസ്ഥാനം രൂപീകരിക്കണം എന്നുള്ള നിലയ്ക്ക് പല സ്ഥലത്തും സ്ഥലം വാങ്ങാൻ വേണ്ടി നടക്കലൊക്കെ ഉസ്താദന്മാരൊക്കെ നടന്നതിന് ഒന്നൊരു ശരിയായ ഒരു സ്ഥലം കണ്ടെത്താതെ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സമനിരപ്പായ 45 സെന്റ് സ്ഥലം നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കബൂൾ ചെയ്യട്ടെ. അതിൽ SNECനോട് ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ അതിന് ഒരു ഏജൻസിക്ക് ആയിട്ട് അല്ല 45 സെന്റ് 50 ആദ്യം പറഞ്ഞിങ്ങനെ ഏക്കറാണ്. പിന്നെ 50 നമ്മൾ ഒക്കെ പറയുമ്പോൾ അതല്ലേ പറയുള്ളൂ. നമുക്ക് 45 സെന്റ് എന്ന് പറഞ്ഞാൽ വലുതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എനിക്കിപ്പോ 45 സെന്റ് ഒരാൾക്ക് കൊടുത്താൽ വലിയ സ്ഥലമായിട്ട് ഞാൻ കണക്കൂട്ടുള്ളൂ. കാരണം നമുക്കത് വലുതാണ്. അവരെ പോലത്തെ 45 എന്നുള്ളത് വലുതല്ല. അപ്പൊ 45 ഏക്കറാണ് മൂപ്പര് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൾ ചെയ്യട്ടെ. അതില് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ മതപരമായും മറ്റു ഭൗതികമായും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു അതിനോട് അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കണം. അത് ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന് വേണ്ട സൗകര്യങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടാവണം. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അതാണ്, പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് അതാണ്, മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളത് അതാണ്. നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് അതുകൂടി നിങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഉണർത്തുകയാണ്.